പ്രശാന്ത്, തിരുവനന്തപുരം റീജിയൻ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ വളരെ രാഷ്ട്രീയ കൗതുകമുണ്ടാക്കിയത് നമ്മുടെ തലസ്ഥാന ജില്ലയിലെ പോരാട്ടമായിരുന്നു. ആറ്റിങ്ങൽ, തിരുവനന്തപുരം ഈ രണ്ട് മണ്ഡലങ്ങളിലെ വളരെ സാഹൂതം കേരളം വീക്ഷിച്ച ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ഒപ്പം മറ്റ് ഈ തെക്കൻ കേരളത്തിലെ കൂടി രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ എവിടെയാണ് ചോർച്ചകൾ സംഭവിച്ചത്, മുന്നണികളുടെയൊക്കെ തന്നെ വിലയിരുത്തൽ എന്തായാലും വിശദമായി വരുമെങ്കിലും ഡേറ്റാസ് വെച്ച് നോക്കുമ്പോൾ പ്രശാന്ത് കൃഷ്ണയുടെ വിലയിരുത്തൽ എന്താണ്? പ്രജീഷ്, തെക്കൻ കേരളത്തിൽ UDF തരംഗം തന്നെയാണ്. അത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട ഈ 4 മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ കാര്യം നമ്മൾ പ്രത്യേകം തന്നെ പറയണം. ശശി തരൂർ വിജയം ആവർത്തിച്ചു, അടൂർ പ്രകാശും വിജയം ആവർത്തിച്ചു. പക്ഷെ രണ്ടുപേരും വിയർത്താണ് വിജയിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശക്തമായ മത്സരം, ത്രികോണ മത്സരം നടന്നു. BJP ശക്തമായ വെല്ലുവിളി തിരുവനന്തപുരത്ത് ഉയർത്തി. ശശി തരൂരിന് ആറ്റിങ്ങലിൽ മുരളീധരൻ ഉയർത്തി. തിരുവനന്തപുരത്തിന്റെ കാര്യം പരിശോധിക്കാം. തിരുവനന്തപുരത്ത് ശശി തരൂര് അന്തിമ ഭൂരിപക്ഷം, അതായത് വിജയിച്ചപ്പോഴുള്ള ഭൂരിപക്ഷം 16,000 ഇത് 99,996 വോട്ട്, 1,00,000 അടുപ്പിച്ച വോട്ടിൽ നിന്നാണ് തരൂരിന്റെ വോട്ട് കുറഞ്ഞത്. ഇവിടെ രാജീവ് 3,16,000 വോട്ടുണ്ടായിരുന്നു. അവിടെ രാജീവ് ചന്ദ്രശേഖർ 3,02,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതായത് അവർ വോട്ട് കൂടുതലായി പിടിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെ നഗരമണ്ഡലങ്ങളിലെ വോട്ട് BJPക്ക് നേമത്ത് 22,000 വോട്ട് നേടാൻ സാധിച്ചു. പക്ഷേ വട്ടിയൂർക്കാവിൽ താരതമ്യേന കുറവാണ്. തിരുവനന്തപുരം. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകുന്നത്. പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം അവിടെയൊക്കെ UDFന്റെ തേരോട്ടമായിരുന്നു. മറ്റൊന്നും നമ്മൾ സംസാരിക്കേണ്ട, ഒരു വിലയിരുത്തേണ്ട സാഹചര്യവുമില്ല.